നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാണിമേലിനെ നയിക്കാൻ NK മൂസ മാസ്റ്റർ. സാമൂഹ്യദ്രോഹികൾ അഴിഞ്ഞാടുന്നു. കക്കട്ടിലിൽ സ്മാരക മന്ദിരം അടിച്ചു തകർത്തു. നാദാപുരം ചാലപ്പുറത്ത് സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം. NP കോരനെ വാണിമേലിൽ അനുസ്മരിച്ചു. വിജയാഘോഷം കടലിനക്കരയും. ഖത്തറിൽ KMCCയുടെ നേതൃത്വത്തിൽ ആഘോഷം. വാർത്തകൾ വിശദമായി. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി NK മൂസ മാസ്റ്ററെ തിരഞ്ഞെടുത്തു. ആകെയുള്ള 16 വാർഡുകളിൽ 9 എണ്ണവും മുസ്ലിം ലീഗ് സ്വന്തമാക്കിയെങ്കിലും ഐക്യകണ്ഠേന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിനാൽ വോട്ടെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ കണ്ടെത്തിയത്. ജയിച്ച 9 മുസ്ലിം ലീഗ് മെമ്പർമാരും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സര രംഗത്തുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റായി കുണ്ടിൽ സൈനബയെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായി അഷ്റഫ് കൊറ്റാല, MK അഷ്റഫ്, VK സാബിർ ടീച്ചർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ കുന്നുമ്മൽ പഞ്ചായത്ത് ഓഫീസായ PR സ്മാരക മന്ദിരം ചില സാമൂഹ്യദ്രോഹികൾ ഇന്നലെ രാത്രി അടിച്ചു തകർത്തു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന അക്രമികൾ ഓഫീസ് ഫയലുകൾ എടുത്തുകൊണ്ടുപോവുകയും കസേരകളും മറ്റ് ഓഫീസ് സാധനങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയുടെ കക്കട്ടിൽ കൈവേലി റോഡിൽ സ്ഥിതി ചെയ്യുന്ന PR സ്മാരക മന്ദിരമാണ് ഇന്ന് പുലർച്ചെ അക്രമികൾ അടിച്ചു തകർത്തത്. വെള്ളിയാഴ്ച പുലർച്ചെ ഒരു സംഘം ആളുകൾ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയും ഓഫീസിലുള്ള ഫയലുകളും മറ്റു സാധനങ്ങളും എടുത്തുകൊണ്ടുപോവുകയും ജനൽ ഗ്ലാസുകളും മേശയും തകർക്കുകയും ചെയ്തു. തകർക്കപ്പെട്ട മന്ദിരം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ VM ചന്ദ്രൻ, അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ, K ദാമു മാസ്റ്റർ, നീലിയോട്ട് നാണു, MP രാജൻ, അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു എന്നിവർ സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് കുറ്റ്യാടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നു. നാദാപുരം ചാലപ്പുറത്ത് 15കാരനെ ഉപയോഗപ്പെടുത്തി സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഏരിയ സെക്രട്ടറി PK ശൈലജ നാദാപുരം CIക്ക് പരാതി നൽകി. നാദാപുരം ചാലപ്പുറത്തുള്ള വിവിധ വീടുകൾ കേന്ദ്രീകരിച്ചാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. 15 വയസ്സുകാരനെ ഉപയോഗിച്ച് സ്ത്രീകളുടെ നഗ്ന ചിത്രങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി വിൽപ്പന നടത്തുന്നത് വിദേശ രാജ്യങ്ങളിലുള്ളവർ ഇന്റർനെറ്റ് വഴി മനസ്സിലാക്കി നാട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ മാത്രമാണ് ഇവിടത്തുകാർ അറിയുന്നത്. ചിത്രങ്ങൾ തലശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിൽ വിറ്റതായാണ് അറിവ്. ഒരു ചിത്രത്തിന് 250 രൂപയാണ് ഈ 15കാരന് ലഭിക്കുന്നതെന്നാണ് പൊതുവെയുള്ള സംസാരം. സംഭവത്തെക്കുറിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി PK ശൈലജ നാദാപുരം CI KS ഉദയവാനുവിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നിൽ വൻ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ശൈലജ ആവശ്യപ്പെട്ടു. അതിനിടെ സംഭവത്തെക്കുറിച്ച് ഊർജിത അന്വേഷണം നടന്നുവരുന്നതായി നാദാപുരം CI അറിയിച്ചു. നാദാപുരത്ത് ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും നമ്മൾ മഹിളാ അസോസിയേഷൻ എന്ന നിലയിൽ ശക്തമായി ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. SP കാണുന്ന തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ CIക്ക് കഴിഞ്ഞ ദിവസം സുഭാഷിണിയും ഞാനും ശാന്തടുത്തും കൂടെ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണം. ഈ ചെറിയ മാത്രമൊന്നല്ല ഇതിലുള്ളത്. ഒരു 15 വയസ്സായ ഒരു കുട്ടിക്ക് ഇതൊന്നും സാധ്യമല്ല. ഇതിൽ വേറെ കണ്ണികളുണ്ട് എന്നത് തന്നെയാണ് പോലീസിൻ്റെയും നിഗമനം. അപ്പം എല്ലാ പ്രതികളെയും ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തലാണ്. ഇത് ഗൾഫിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഗൾഫിലുള്ള ആളുകളായത് ആദ്യം കണ്ടിട്ടുള്ള ഇന്റർനെറ്റ് വഴി കുളിക്കുന്ന രംഗങ്ങളും കിടപ്പറയും ഇതൊക്കെയാണ് കണ്ടത്. കിടപ്പ എന്ന് പറയുന്നത് ഗൾഫിൽ നിന്ന് ചാലപ്പുറത്തുള്ള വീടുകളിലേക്ക് വിളി വന്നതാണ്. ഇന്റർനെറ്റിൽ വഴി അവർ ഓരോ വീടുകളിലുള്ള സ്ത്രീകൾ കുളിക്കുന്ന രംഗങ്ങളും അതുപോലെ വീട്ടിൽ കിടപ്പറയിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് വലിയ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. ഒരു ഈസി ആയിട്ട് ഇതിന് കാണാൻ വേണ്ടി സാധ്യമല്ല. ഗൾഫിൽ നിന്നാണ് ആദ്യം ഈ വിവരം കിട്ടിയിട്ടുള്ളത് പോലീസിന്. അവിടെയുള്ള മുഴുവൻ ആളുകളും ചാലപ്പുറം പ്രദേശത്തുള്ള 100-300 വീടുകൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. സമൂഹം തന്നെ മുഴുവൻ ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കണം. നമുക്ക് നമ്മുടെ വീട് ഒരു സുരക്ഷിതമാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാനും അതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുള്ളതാണ് നമുക്ക് വീട്. കുളിക്കാൻ കുളിമുറി ഉള്ള വീടുകളുണ്ട്. പക്ഷെ അതിലൊക്കെ തന്നെ ഇത് കൊണ്ടാക്കുക എന്ന് പറയുന്ന വലിയ വിഷയം തന്നെയാണ്.
അപ്പോൾ ഇതെല്ലാം ഇതിന് സമൂഹമാണ് ഒന്നടങ്ക് ഇതിനെ എതിർക്കേണ്ടത്. ആരുടെ ഭാഗത്തു നിന്നായാലും അത് സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് സമൂഹം. വാണിമേലിൽ CPIM-ന്റെ നേതൃത്വത്തിൽ NP കോരം ദിനാചരണം നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന പ്രകടനം പരപ്പുവാറയിൽ നിന്നും ആരംഭിച്ച് നെടുമ്പറമ്പിൽ അവസാനിച്ചു. പ്രകടനത്തിന് വിവിധ നേതാക്കന്മാർ നേതൃത്വം നൽകി. ഖത്തർ വാണിമേൽ KMCC വാണിമേൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ വൻ വിജയം ആഘോഷിച്ചു. ദോഹ ജദീദിൽ ചേർന്ന യോഗത്തിൽ വാണിമേൽ നിവാസികളായ നിരവധി പേർ പങ്കെടുത്തു. ഖത്തർ വാണിമേൽ KMCC ഖത്തറിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാണിമേൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേടിയ വൻ വിജയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ആഘോഷം. ദോഹ ജദീദിലുള്ള സുന്നി സെന്ററിൽ ചേർന്ന യോഗത്തിൽ മുൻ MP അബ്ദുസമദ് സമദാനി മുഖ്യാതിഥിയായിരുന്നു. ഖത്തറിലെ മുതിർന്ന KMCC നേതാക്കളായ SAM ബഷീർ, നിയമത്തുള്ള, അബ്ദുറഹിമാൻ, പുത്തലത്ത് അഹമ്മദ്, തായമ്പത്ത് കുഞ്ഞാലി, TA തലായി, ജേഫർ നെരിപ്പറ്റ എന്നിവർ പ്രസംഗിച്ചു. നിരവധി വാണിമേൽ നിവാസികൾ പങ്കെടുത്ത പരിപാടിയിൽ കളത്തിൽ മമ്മു അധ്യക്ഷനായിരുന്നു. KP മജീദ് സ്വാഗതവും അബ്ദുസലാം മുത്താച്ചിക്കുന്നുമേൽ നന്ദിയും പറഞ്ഞു. വളയം, ചെറുമോത്ത്, കുയിതേരി ഭാഗങ്ങളിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് നാട്ടുകാർ സ്വീകരണം നൽകി. ഇതോടനുബന്ധിച്ച് നടന്ന ആഹ്ലാദ പ്രകടനം കുനിയിൽ പിടികയിൽ നിന്ന് ആരംഭിച്ച് വളയത്ത് അവസാനിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാണിമേലിനെ നയിക്കാൻ NK മൂസ മാസ്റ്റർ. സാമൂഹ്യദ്രോഹികൾ അഴിഞ്ഞാടുന്നു. കക്കട്ടിലിൽ സ്മാരക മന്ദിരം അടിച്ചു തകർത്തു. നാദാപുരം ചാലപ്പുറത്ത് സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം. NP കോരനെ വാണിമേലിൽ അനുസ്മരിച്ചു. വിജയാഘോഷം കടലിനക്കരയും. ഖത്തറിൽ KMCC-യുടെ നേതൃത്വത്തിൽ ആഘോഷം. സ്റ്റാർ വിഷൻ വാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും 12 മണിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.